അതേപോലെ തന്നെ ഇത് ഇപ്പോൾ ഒരു മുസ്ലിം വിഷയമല്ലേ, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രമല്ലേ ഇപ്പോൾ ഇതിൽ കൺസേൺ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മാറി നിൽക്കാനുള്ള, ഞാൻ ആ വിമർശനങ്ങൾ ആ വാക്കിൽ തന്നെ പറയാണ്, നിങ്ങൾക്കിത് മാറി നിൽക്കാനുള്ള സ്പേസ് തന്നാൽ പോരെ. ഇത് ഭാഗികമായി അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഇത് സ്കൂളുകൾ തുടരുന്നതിന് എന്താണ് തടസ്സം? അല്ല, ഇവിടെ നമുക്ക് മാത്രമേ ഇതിൽ കൺസേൺ ഉള്ളൂ എന്നുള്ളത് തെറ്റാണ് ഈ പറയുന്നത്. അതായത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹമാകട്ടെ, ക്രൈസ്തവ സമൂഹമാകട്ടെ, ഇപ്പോൾ ഒരു ക്രൈസ്തവ ഫാദർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട അറിയപ്പെടുന്ന പിന്നെ ഒരച്ഛൻ ഈ വിഷയത്തിൽ പറഞ്ഞല്ലോ, ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് നടപ്പാക്കേണ്ടുള്ളൂ, ധൃതി പിടിച്ച് ചെയ്യാൻ പാടില്ല, ആലോചിക്കണം എന്ന് പറഞ്ഞല്ലോ. അതുപോലെ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ പിന്നെ ആ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് അതിന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ അനുബന്ധമായിട്ടുള്ള ആളുകളൊക്കെ, ഒരുപാട് സന്യാസിമാർ, അതുപോലുള്ള ആളുകൾ, അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിഷയത്തിൽ കൺസേണുകൾ പറയുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ അത്യാവശ്യം ധാർമ്മിക ബോധമുണ്ട് എന്ന് പറയുന്ന നമ്മുടെ മറ്റു മതവിഭാഗത്തിലെ ആളുകളൊക്കെ ഇങ്ങനത്തെ ഒരു കൾച്ചർ എൻ്റെ കുട്ടി പഠിക്കണ്ട, അതിലേക്ക് പോകണ്ട, അതൊരു യൂറോപ്യൻ കൾച്ചറാണെന്ന് മനസ്സിലാക്കുന്നവരാണ്. അത് ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഒരുപാട് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതൊരു ലിബറൽ കമ്മ്യൂണിറ്റി ഇപ്പോൾ എല്ലാത്തിലുമുണ്ട്. അത് ഹൈന്ദവരിലുണ്ട്, ക്രൈസ്തവരിലുണ്ട്, ഇന്ന് മുസ്ലിം പേരിൽ ജീവിക്കുന്ന ആളുകളിലും അത് വലിയ തോതിൽ എന്ത് ചെയ്യുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പ്രത്യേക മതമായി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ വിഭാഗത്തിലുള്ള ലിബറൽ സൊസൈറ്റി ഒരു പ്രത്യേക മതമായിട്ട് മാറി അവർക്കെതിരെ ആരും പറയാൻ പാടില്ല എന്നുള്ള രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്. ലിബറൽ മതം തന്നെയാണ്, ഒരു ലിബറൽ മതം തന്നെയാണ്. ആ ലിബറൽ മതത്തിനെതിരെയാണ് നമ്മളെ ഈ ഒരു പോരാട്ടം, അല്ലാതെ സർക്കാരിനെതിരോ വിദ്യാഭ്യാസ വകുപ്പിനെതിരോ അല്ല.